2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. മെയ് 24 മുതൽ 26 വരെ തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും മെയ് 23 മുതൽ 27 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മാനസ ചേരുന്നു. മാനസ, വരും ദിവസങ്ങളിൽ കേരളം അതിശക്തമായ മഴയ്ക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും സമയം സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ അതിതീവ്ര മഴ സാധ്യതാ മുന്നറിയിപ്പ് ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അടുത്ത 7 ദിവസം ഈ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ശക്തമായ രീതിയിൽ മഴ ലഭിച്ചേക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കർണാടക ഗോവ തീരത്തിന് മുകളിലായി, അതായത് അറബിക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം അതിശക്തമായി തുടരുകയാണ്. ഇതിന്റെയും കൂടി സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ വ്യാപക മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മെയ് 27ഓടെ ഇത്തരത്തിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിലായും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെയാണ് അടുത്ത 7 ദിവസം വ്യാപക മഴയാണ്, അതായത് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ ലഭിച്ചേക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. 24 മുതൽ 26 വരെ അതിതീവ്ര മഴയ്ക്കും ഒപ്പം തന്നെ ഇന്നു മുതൽ 27 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യത എന്നാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നിലവിൽ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും തുടരുകയാണ്. ഈ ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ടിലൂടെ വ്യക്തമാക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ കാലാവസ്ഥ മേഘാവൃതമല്ല എങ്കിൽ കൂടിയും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ശക്തമായ രീതിയിൽ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് ഈ അലർട്ടുകളിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ ഇത്തരത്തിൽ കേരള തീരത്തും ഈ ലക്ഷദ്വീപ്, കർണാടക തീരത്തും മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഷമി.